വിശദമായി കടക്കുകയാണ്. ഇടതുമുന്നണിയിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകാം. വന നിയമ ഭേദഗതിക്കെതിരായ നിലപാട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അറിയിക്കാൻ കേരള കോൺഗ്രസും ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലാണ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുക. വന നിയമ ഭേദഗതിയിൽ ആശങ്കയുള്ളവരെ ഉൾപ്പെടുത്തി ചർച്ച നടത്തുക, വനപാലകരുടെ അമിതാധികാരം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കേരള കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം വനനിയമ ഭേദഗതിയിൽ കേരള കോൺഗ്രസ് നേതാക്കൾ റോഷി അഗസ്റ്റിനെ തള്ളിപ്പറയുമോ എന്ന് മന്ത്രി AK ശശീന്ദ്രൻ ചോദിക്കുന്നു. കേരള കോൺഗ്രസ് കുറച്ചുകൂടി പക്വത കാട്ടണമായിരുന്നു. പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ മലയോര മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള ശ്രമമാണ്. മതമേലധ്യക്ഷന്മാരിൽ നിന്ന് കുറച്ചുകൂടി പക്വത പ്രതീക്ഷിക്കുന്നതായും AK ശശീന്ദ്രൻ പറയുന്നു. ബില്ലിന്റെ ഭേദഗതി കർഷക വിരുദ്ധമല്ലെന്നും കഴമ്പുള്ള വിമർശനമുണ്ടെങ്കിൽ മുൻവിധികളില്ലാത്ത ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്നും ശശീന്ദ്രൻ പ്രതികരിച്ചു. ഈ ബിൽ ഭേദഗതി ബിൽ നിയമസഭ അംഗീകരിച്ചില്ലെങ്കിൽ പ്രാബല്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന നിയമം എന്താണ്? നിലവിലുള്ളതാണ്. അപ്പോൾ നിലവിലുള്ള നിയമം അതേപടി തുടരുകയാണോ വേണ്ടത്? കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കി അവ പരിഷ്കരിക്കുകയാണോ വേണ്ടത്? ഇതിനാണ് വികാരപരമായി സംസാരിക്കുന്ന വ്യക്തികളും സംഘടനകളും മറുപടി നൽകേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്നിലല്ല വിശ്വാസമില്ലാത്തത്, കേരള കോൺഗ്രസ് നേതാക്കന്മാർ റോഷി അഗസ്റ്റിനെ തള്ളി പറയുകയാണോ എന്ന് എനിക്കറിയില്ല. ഒന്നിലധികം തവണ ചർച്ച ചെയ്തൊരു പ്രശ്നമാണ്. കഴിഞ്ഞ തവണ വന്നപ്പോഴും അദ്ദേഹം മന്ത്രിസഭയിലില്ല, പക്ഷെ കഴിഞ്ഞ തവണയും ഈ ബില്ല് വന്നതാണ്, നീണ്ടുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവർ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു എന്നതാണ് എനിക്ക് അതേപ്പറ്റി പറയാനുള്ളത്. ഒരു താപ്പുമില്ല, പക്വത കാണിക്കുക അല്ല അവർ ഓരോരുത്തർക്കും ഓരോ ശീലമില്ലേ. അത് ഒരു കാര്യം കേൾക്കുമ്പോൾ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേന്ന് തോന്നിയിട്ടുണ്ട്. ആ തോന്നൽ അവർക്കുണ്ടായിട്ടുണ്ടാകും. അതൊന്നും ഘടകകക്ഷികളോടുള്ള പോരായിട്ടാണോ ഏറ്റുമുട്ടലായിട്ടാണോ ഒന്നും കാണാനുള്ള അവിവേകമൊന്നും ഞങ്ങളെ മന്ത്രിമാർക്കോ ഞങ്ങളെ മുന്നണിക്കോ ഇല്ല. ഇടതുമുന്നണിയിൽ ഉണ്ടാവുന്നത് ഒരു പുതിയ പ്രതിസന്ധി എന്ന സൂചനകൾ കൃത്യമായി AK ശശീന്ദ്രന്റെ വാക്കുകളിലുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, AK ശശീന്ദ്രൻ കേരള കോൺഗ്രസ് നേതാക്കളെ വിമർശിക്കുന്നു. അദ്ദേഹം ബില്ലിനെ ന്യായീകരിക്കുന്നു എന്ന് മാത്രമല്ല, കേരള കോൺഗ്രസിനെ വിമർശിക്കുന്നു. അല്പം കൂടി പക്വത കാട്ടണമായിരുന്നു, ഒപ്പം മതമേലധ്യക്ഷന്മാരിൽ നിന്നും പക്വത പ്രതീക്ഷിക്കുന്നു. ഇതടക്കമുള്ള അദ്ദേഹത്തിന്റെ വാദങ്ങളുണ്ട്. ഒരുപക്ഷെ ശശീന്ദ്രന്റെ നിലപാട് മുന്നണിയിൽ അല്പം കൂടി പ്രതിസന്ധി രൂക്ഷമാക്കില്ലേ? എങ്ങനെയാണ് ഇടതുമുന്നണി ഇതിനെ നേരിടുക? സജിത്ത്, മലയോര ജനതയുടെ ആശങ്ക എന്നതിനപ്പുറത്തേക്ക് ഇതിലൊരു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം കൂടി മറനീക്കിയിരിക്കുകയാണ്. അതായത് മുന്നണിക്കുള്ളിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുമ്പോൾ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി മന്ത്രിസഭയിലുള്ള റോഷി അഗസ്റ്റിൻ, അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളയാളാണ്. അദ്ദേഹം കൂടി ഉൾപ്പെട്ടിരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടതാണ്. അപ്പോൾ കേരള കോൺഗ്രസ് വ്യത്യസ്ത നിലപാടുമായി മുഖ്യമന്ത്രിയെ കാണാൻ എത്തുമ്പോൾ അവരുടെ തന്നെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള അവരുടെ തന്നെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള റോഷി അഗസ്റ്റിനെ തള്ളിപ്പറയുകയാണോ എന്ന് AK ശശീന്ദ്രൻ മുന്നോട്ട് വെക്കുന്ന ചോദ്യത്തിലൂടെ അദ്ദേഹം കൃത്യമായി കേരള കോൺഗ്രസിന്റെ നീക്കത്തെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കൃത്യമായി വൈകുന്നേരം മുഖ്യമന്ത്രിയുമായി കേരള കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യം ചർച്ച നടത്തുമ്പോൾ അതിൽ മലയോര ജനതയുടെ ആശങ്കകൾ പങ്കുവെക്കുക എന്നതിനപ്പുറത്തേക്ക് മലയോര മേഖലയിൽ സ്വാധീനമുറപ്പിക്കേണ്ട ഒരു കേരള കോൺഗ്രസിന്റെ നീക്കത്തിന് സർക്കാരിനെ മറയാക്കുകയാണ്, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് എന്നൊരു പരോക്ഷ വിമർശനം കൂടി AK ശശീന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുതന്നെയാണ് ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മുന്നണിയെ അസ്വസ്ഥമാക്കുന്നതിന്റെ സൂചനകൾ കൂടി ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 1961 കേരളത്തിലെ കേരള വന നിയമം ഭേദഗതി ചെയ്യുന്നതിൽ പ്രധാനമായി 15 ഭേദഗതികൾക്കാണ് ശുപാർശയുള്ളത്. അതിൽ തന്നെ മന്ത്രി തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വനത്തിനുള്ളിൽ കടന്ന് മീൻ പിടിക്കുക, അതിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുക, കുളത്തിൽ വിഷം കലക്കുക, അതോടൊപ്പം തന്നെ ജണ്ടകൾ മാറ്റുക, ഈ മതിലുകൾ തിട്ടകൾ ഇടിച്ചു കളയുക, ഇങ്ങനെയുള്ള നടപടികൾക്കെതിരെ അതൊരു കൃത്യമായ കാർക്കശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിനെ എങ്ങനെ ജനദ്രോഹമാണ് അല്ലെങ്കിൽ ഒരു ജനതയെ ആശങ്കയിലാക്കുമെന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാനാവുമെന്നൊരു ചോദ്യം അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശങ്കയായി ഉയർന്നു വന്ന കാര്യം,
വനത്തോട് ചേർന്ന് ജീവിക്കുന്ന മലയോര ജനത, ഏതാണ്ട് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നമുക്കറിയാം 70% ആളുകൾ വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് വനത്തിനുള്ളിൽ കയറുകയും വനത്തിൽ നിന്ന് മീൻ പിടിക്കുകയും കന്നുകാലികളെ വളർത്തുകയും വനവിഭവങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്നത് തലമുറകളായി തുടർന്നു വരുന്ന ഒരു പാരമ്പര്യമാണ്. അവിടെ ഈ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് അവരുടെ ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന ആശങ്കയാണ് നേരത്തെ മുതൽ ഉയർന്നു കേട്ടിരുന്നത്. അതിനുള്ള ആ ചോദ്യത്തിന് വനമന്ത്രി നൽകുന്ന വിശദീകരണം സബ്ജക്ട് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം നിയമസഭയിൽ ജനുവരിയിൽ ഇത് സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നടക്കും. പ്രതിപക്ഷത്തിനടക്കം അവരുടെ അഭിപ്രായങ്ങൾ ഉന്നയിക്കാം. മുൻവിധികളില്ലാതെയായിരിക്കാം വനം വകുപ്പ് സർക്കാർ ഈ വിഷയത്തെ നോക്കിക്കാണുക. റീസണബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇതിൽ നിയമനിർമ്മാണത്തിലേക്ക് കടക്കുകയുള്ളൂ എന്ന് പറയുന്നു. അവിടെ കേരള കോൺഗ്രസ് പിന്നെ എന്തിനിങ്ങനെ ഒരു സമ്മർദ്ദ നീക്കം നടത്തുന്നു? അവിടെയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, മുന്നണിയെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു നീക്കമാണോ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്? അതോടൊപ്പം AK ശശീന്ദ്രനെ ചൂണ്ടിക്കാണിച്ച പോലെ മലയോര മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള കേരള കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണോ ഇപ്പോൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടുകൊണ്ട് ഈ വിഷയം ഉന്നയിക്കുന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് വൈകാതെ ഉത്തരം കണ്ടെത്തേണ്ടി വരും. ഓക്കെ, ഡാൻ തുടരുക. നമുക്കിതിന്റെ രാഷ്ട്രീയം വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം വന്യ മേഖലകളിൽ ഇടപെടുന്ന വ്യക്തി കൂടിയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ, ഈ നിർദ്ദിഷ്ട വനം നിയമ ഭേദഗതി നിലവിൽ 1961 വന നിയമമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. ആ നിയമത്തിൽ ചില ഭേദഗതികളാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് പ്രധാനമായും പറയുന്നത് ഈ വനപാലകർക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ്. കൂടുതൽ നിയമ പിന്തുണ നൽകുന്ന നിയമ ഭേദഗതി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അത് സ്വാഭാവികമായും അത് എതിർപ്പിന് ഇടവെക്കുന്നതിന് കാരണം ഇതിനകം തന്നെ ഈ വന അതിർത്തികളിൽ കർഷകരും വനപാലകരും തമ്മിൽ നിരവധി സംഘർഷങ്ങളുണ്ട്. കാരണം ഈ പലപ്പോഴും കർഷകരെ അനാവശ്യ ദ്രോഹിക്കുന്നു വനപാലകർ തുടങ്ങിയ ആക്ഷേപങ്ങളുണ്ട്. അതേസമയം സർക്കാരിൻ്റെ മറുവാദം ഇങ്ങനെയാണ്: ഇത് വനസംരക്ഷണത്തിന് കൂടുതൽ ആർജവം നൽകുന്ന നിയമമാണ്, അത് നിലവിലുള്ള നിയമത്തിൻ്റെ പഴുതുകൾ അല്ലെങ്കിൽ നിലവിലുള്ള നിയമത്തിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുള്ളതെന്നാണ്. താങ്കൾ ഇതിനെ നിരീക്ഷിക്കുമ്പോൾ ഈ വന നിയമ ഭേദഗതി അത് പ്രായോഗികമാണോ? എന്താ ഇക്കാര്യങ്ങൾ താങ്കൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ മന്ത്രിയുടെ ഒരു പത്രസമ്മേളനത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് കണ്ടത്. ബാക്കി ഞാൻ കൂടുതൽ ഇതിലേക്ക് നോക്കിയിട്ടില്ല. എങ്കിലും മനസ്സിലാക്കിയിടത്തോളം വനനിയമ ഭേദഗതി ശരിക്കും പറഞ്ഞാൽ കർഷകർക്കും കൂടെ അനുകൂലമാവുന്ന രീതിക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. പ്രത്യേകിച്ച് വന അതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾ കൂടുതലും കർഷകരായതുകൊണ്ട് തന്നെ അവരുടെ നിലനിൽപ്പിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ എങ്ങനെയാണ് വന നിയമത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ള രീതിക്കാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ടാവുക. അതിലൊന്നാണ് ഈ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വനസംരക്ഷണം കാര്യക്ഷമമാക്കുന്ന ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളോ വനസംരക്ഷണ സമിതികളോ ഒക്കെ. പക്ഷെ ജനം പലപ്പോഴും അതിനെ കാണുന്നത് ഈ കർഷക ദ്രോഹം എന്നുള്ള നിലയ്ക്കാണ്. പൊതുവെ അതൊരു ഒരു ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പോലെ അത് മൊത്തത്തിൽ നമ്മൾ മനസ്സിലൊക്കെ ഒരു രോഗം പോലെ പടർന്നിരിക്കുകയാണ്. വനം വകുപ്പ് ജനങ്ങൾക്കെതിരാണ് എന്നുള്ള ആ ഒരു തോന്നൽ സൃഷ്ടിക്കുന്ന രീതിക്ക് ഒരു പ്രത്യേക സംഘം ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ജനങ്ങളെയും വനത്തിനെയും രണ്ട് ചേരിയിലാക്കാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തില് ഈ വനം എന്നുള്ളത് ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണെന്നുള്ള ഒരു പൊതുബോധം നമ്മളിൽ എവിടെ നിന്നൊക്കെയോ അകന്ന് പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്ന രീതിക്കുള്ള നയരൂപീകരണമാണ് ഇപ്പോ ഈ ഇതിന്റെ പരിഷ്കരണത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരങ്ങൾ കൂടുതൽ കൊടുക്കുന്ന സമയത്ത്, അതായത് ഇപ്പൊ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളതിന് പകരം പെർമനന്റ് ആയിട്ട് തന്നെയുള്ള ആളുകൾ, അവരുടെ ജോലി കുറച്ചുകൂടെ കർശനമാക്കി ചെയ്യാനുള്ള വ്യവസ്ഥകൾ, അവർക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുത്തുണ്ട്. അതായത് വന നിയമം നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ വന സംരക്ഷണം നടപ്പിലാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാല്, ഇപ്പൊ നാട്ടിൽ മൃഗങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ വനം വകുപ്പ് അധികാരികൾ തന്നെ അതിനെ ഉപദ്രവിക്കുന്ന തലത്തിലേക്ക് നാട്ടുകാരുടെ സമ്മർദ്ദം ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോവാതെ വന നിയമങ്ങൾ, അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ചെയ്യാതാക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എത്രത്തോളം അരാജകത്വം ഉണ്ടാകുമോ അതുപോലെ തന്നെ വന നിയമങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് നടപ്പിലാക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് ആക്കുന്ന സമയത്ത് കൂടുതൽ പ്രക്ഷുബ്ധമായിട്ട് രംഗങ്ങൾ സമൂഹം അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിൽ വരാത്ത രീതിക്ക് വന നിയമങ്ങളെ കൂടുതൽ ജനകീയമാക്കാൻ കൂടെയാണ് ഈ പരിഷ്കരണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അത് ജനങ്ങൾക്കോ കർഷകർക്കോ എതിരല്ല. ജനങ്ങൾക്കും കർഷകർക്കും
കൂടുതൽ ഗുണമുള്ളതായി മാറും ഭാവിയിൽ. ഇത് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ആ നിലയ്ക്ക് ഇത് വരുള്ളൂ. അല്ലാതെ രണ്ടും രണ്ടാക്കി തിരിക്കുന്ന രീതിക്കല്ല. പക്ഷെ രണ്ടാക്കി തിരിക്കുന്നു എന്നുള്ള ധ്വനി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചില സംഘടനകൾ കർഷകരുടെ ഭാഗത്തു നിന്നും, കർഷകർ എന്ന് പറയാൻ പറ്റില്ല, ഇത് ചില നിശ്ചിത താല്പര്യക്കാരായുള്ള കർഷകരുടെ സംഘങ്ങൾ എന്ന് പറയുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. അത് ഏതാനും കുറച്ച് ചില ഗ്രൂപ്പുകളുണ്ട്. അത് ഒരുപക്ഷെ ഈ കയ്യേറ്റം നടത്തുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കുടിയേറി കാലങ്ങളായിട്ട് അവിടെ വനത്തെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിശ്ചിത താല്പര്യക്കാരായിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരു കൂട്ടം മാത്രമാണ് ഇതിനെ എതിർക്കുന്നത്. കാരണം അവരുടെ വാക്കുകളും വാർത്തകളും ഒക്കെയാണ് കൂടുതൽ പത്രത്തിന്റെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്കെന്തോ ഒരു അമിത പ്രാധാന്യം ഉണ്ട് എന്നുള്ള ഒരു ധ്വനി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ പൊതുവെ കർഷകർക്കും ഈ മേഖല പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഈ പരിസരവാസികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അതേസമയം വനം കൊണ്ട് ഇവരുടെ കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലവസരം ഉണ്ടാക്കുന്നതിനും ആണ് വന നിയമങ്ങൾ എന്നും ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ പണ്ടത്തെ വന നിയമങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ജനങ്ങളെയും വനത്തിനെയും രണ്ടും രണ്ട് തട്ടിലാക്കി കാണുക, കാട്ടിൽ കയറി കഴിഞ്ഞാൽ ഉടനെ നിയമ നടപടി എടുക്കുക, ശിക്ഷിക്കുക എന്നുള്ള നിലയ്ക്കായിരുന്നു. പക്ഷെ അതിന്ന് വളരെ വലിയ രീതിക്കുള്ള നയമാറ്റം 1987 നിയമത്തിൽ തന്നെ മാറ്റം വന്നു. 92 വന്നപ്പോൾ കുറച്ചുകൂടെ ലൂസായി. പിന്നെ 97, 98 വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ അയഞ്ഞു. അങ്ങനെയാണ് വന സംരക്ഷണ സമിതികളും ഒക്കെ ഉണ്ടായത്. ശരി, എന്തായാലും വളരെ നന്ദി ശ്രീ ഗുരു അയ്യപ്പൻ പ്രതികരിച്ചതിന്. അലക്സ് ഒഴുകിയിലുണ്ട് നമുക്കിപ്പോൾ കിഫ. ശ്രീ അലക്സ് ഒഴുകിയിൽ, നിർദ്ദിഷ്ട വനം ഭേദഗതി, നിയമ ഭേദഗതി, അത് ഇടതു മുന്നണിക്കകത്ത് എതിർപ്പുണ്ട്. അതാണ് കേരള കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. താങ്കളൊക്കെ മുമ്പ് ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ്. പുതിയ നിയമ ഭേദഗതി വിഷയത്തിൽ നിങ്ങളൊക്കെ എടുക്കുന്ന നിലപാട് എന്താണ്? ഈ നിയമ ഭേദഗതി നടപ്പിലാവണം? ഇല്ല, ഒരു കാരണവശാലും ഈ നിയമ ഭേദഗതി. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇല്ല, ഈ നിയമ ഭേദഗതിക്ക് പൂർണ്ണമായി ഞങ്ങൾ എതിരാണ്. ഞങ്ങൾ ഈ വിഷയത്തിൽ വളരെ വലിയ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഗുരാചുണ്ടിൽ വെച്ച് ഫ്രീഡം മാർച്ച് എന്ന പേരിലൊരു സമര പരമ്പര ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ ഈ വിഷയത്തിൽ 140 MLA-മാർക്കുമുള്ള തുറന്ന കത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഇപ്പൊ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം എന്നുള്ളതാണ് പൊതുവെ ആളുകൾ ആശങ്ക ഉണർത്തുന്ന കാര്യങ്ങൾ. പക്ഷെ അതല്ലാതെ വളരെ ഗുരുതരമായ രീതിയിൽ കരി നിയമമായി മാറാൻ പറ്റുന്ന നിരവധി സെക്ഷനുകൾ ഇതിനകത്തുണ്ട്. ഞാനത് വളരെ ചുരുക്കി എന്ന് പറയാം. ഒന്നാമതായിട്ട് സെക്ഷൻ 2C ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിർവചനം എന്നതിൽ ട്രൈബൽ വാച്ചറും വാച്ചറേയും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ PSC വഴി പരീക്ഷ എഴുതി ട്രെയിനിങ് കഴിഞ്ഞവരുടെ ആളുകളാണ്. അവരെ ഫോറസ്റ്റ് ഓഫീസർമാരെന്ന് വിളിക്കാം, പറ്റില്ല. പക്ഷേ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ബിനാമികളായവരെയും താല്പര്യക്കാരെയും മാത്രം ദിവസവേതന കൂലിക്ക് വിളിച്ചു വരുത്തുന്ന ട്രൈബൽ വാച്ചർ അല്ലെങ്കിൽ വാച്ചർ എന്നിവരെ കൂടി ഫോറസ്റ്റ് ഓഫീസർമാരെ നിർവഹിച്ചുകൊണ്ട് അവർക്ക് അനിയന്ത്രിത അധികാരം നൽകുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. അത് ആ നിയമപരിധി മാറ്റിയേ പറ്റൂ. രണ്ടാമത്തെ കാര്യം, ഈ സെക്ഷൻ 52 പ്രകാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്കടക്കം, അതായത് ഏറ്റവും താഴെ തട്ടിലുള്ള ഫോറസ്റ്റ് ഓഫീസറാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ, നമ്മുടെ പോലീസിലെ കോൺസ്റ്റബിളിന് തുല്യമായ ആളുകളാണ്. അവർക്കടക്കം വാറണ്ടില്ലാതെ ആരുടെ വീട്ടിലും കയറി പരിശോധിക്കാനോ കെട്ടിടം പരിശോധിക്കാനോ വണ്ടികൾ പരിശോധിക്കാനോ അധികാരം നൽകുന്നു. അത് അപകടം, അത് അനുവദിക്കാൻ സാധ്യമല്ല. അത് DFO അല്ലെങ്കിൽ ACF റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ വാറണ്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വീട് പരിശോധനയോ വാഹന പരിശോധന അനുവദിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ 63 ഇതാണ് ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള ഒരു വ്യവസ്ഥ. 63 വാറണ്ടില്ലാതെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ അധികാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ മുകളിലേക്ക് നൽകുകയാണ്. അത് സാധ്യമല്ല. ഫോറസ്റ്റ് നമ്മുടെ വൈൽഡ്ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പോലും നമ്മുടെ ACF അബോവാണ്. ACF നമ്മുടെ നാട്ടിലെ DFO അല്ലെങ്കിൽ ACF-ന്റെ മുകളിലുള്ള ആളുകളുടെ വാറണ്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സെർച്ചോ പരിശോധനയോ മറ്റു കാര്യങ്ങളോ സാധ്യമാവൂ. ആ സാഹചര്യത്തിലാണ് ഇവിടെ ഏറ്റവും താഴെ തട്ടിലുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്കടക്കം ഒരു കാരണവുമില്ലാതെ ആളുകളെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഭേദഗതി വന്നിരിക്കുന്നു. അത് അനുവദിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ 63(2) പ്രകാരം, അതായത് ഔദ്യോഗിക കൃത്രിമ പ്രകടനം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ആരെയും അറസ്റ്റ് ചെയ്യാൻ അധികാരം ഫോറസ്റ്റുകാർക്ക് നൽകിയിരിക്കുകയാണ്. നിലവിൽ പോലീസിന് മാത്രമുള്ള അധികാരമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഇപ്പോൾ ഫോറസ്റ്റുകാരെ തടഞ്ഞു വെക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ എന്റെ പറമ്പിൽ കയറി ആനയെ നിങ്ങൾ എന്തുകൊണ്ട് ഓടിച്ചില്ല എന്നൊരു സാധാരണക്കാരൻ ഒരു ഫോറസ്റ്റുകാരനോട് ചോദിച്ചാൽ അതിന്റെ ഔദ്യോഗിക കൃത്രിമത്തെ തടസ്സപ്പെടുത്തലാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമാണ് ഈ നിയമ ഭേദഗതി ഫോറസ്റ്റുകാർക്ക് നൽകുന്നത്. അതെങ്ങനെയാണ് ജനോപകാരപ്രദമാകുന്നത്? എനിക്ക് തൊട്ടുമുമ്പ് സംസാരിച്ച ഗുരുവായൂരപ്പൻ പറഞ്ഞല്ലോ, സംഗതി അരികുവാസികളെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഒരു നിയമ ഭേദഗതിയാണെന്നത്. എങ്ങനെയാണ് ഈ ഒരു വകുപ്പ് പ്രകാരം ഫോറസ്റ്റുകാരോ എന്ത് ചോദിച്ചാലും അറസ്റ്റ് ചെയ്യാൻ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനോപകാരപ്രദമാവുന്നത്? അതുപോലെ തന്നെ അത് പോലീസിന്റെ, അതായത് ഈ ക്രമസമാധാന പാലനത്തിൽ പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ മൾട്ടിപ്പിൾ ഏജൻസീസ് വരുന്നത്, അത് പ്രത്യേകിച്ച് ഇത്രയധികം മോശം ട്രാക്ക് റെക്കോർഡുള്ള വനംവകുപ്പിലുള്ളവർക്കും
ക്രമസമാധാന പാലനത്തിനുള്ള അധികാരം നൽകുന്നത് പോലീസിന്റെ മനോവീര്യം തകർക്കുന്നതിനും വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാവും. അതുകൊണ്ട് അത് എടുത്ത് കളഞ്ഞേ പറ്റി. അതുപോലെ തന്നെ 63(3) പറയുന്നു, ഇപ്പൊ നിലവിലെ നിയമപ്രകാരം ഫോറസ്റ്റുകാർ ഒരാൾ അറസ്റ്റ് ചെയ്താൽ അയാൾ എത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം. ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല. ഈ ഭേദഗതി പ്രകാരം ഫോറസ്റ്റുകാർക്ക് അറസ്റ്റ് ചെയ്ത ആളുകളെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ഇടിച്ച് മർദ്ദിക്കാനുള്ള ലൈസൻസ് നൽകുകയാണ് 63(3). ആ ഭേദഗതി റദ്ദ് ചെയ്യണം. അത് പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയോ ഇത് മാത്രമേ ഫോറസ്റ്റുകാർ അറസ്റ്റ് ചെയ്ത ആളെ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതുപോലെ 63(4) പ്രകാരം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ നിയമപ്രകാരമുള്ള അറസ്റ്റിൽ BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2021 പ്രകാരമുള്ള പ്രോട്ടോകോൾ പാലിക്കണമെന്ന് പറയുന്നുണ്ട്. BNSSൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം അത് കോഗ്നിസബിൾ ഒഫൻസിൽ മാത്രമേ പോലീസിനുള്ളൂ. കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ശരാശരി 3 വർഷം അതിൽ കൂടുതലോ ശിക്ഷ കിട്ടുന്ന കുറ്റങ്ങളാണ് കോഗ്നിസബിൾ ഒഫൻസ്. പക്ഷേ ഈ നിയമത്തിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 63(2) കോഗ്നിസബിൾ ആണോ നോൺ കോഗ്നിസബിൾ ആണോ നോക്കാതെ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ഏത് കേസിലും അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫോറസ്റ്റിനകത്തേക്ക് അവിടുത്തെ കയറി പോയി കഴിഞ്ഞാലും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭേദഗതിയാണ് വന്നിരിക്കുന്നത്. അത് സാധ്യമല്ല, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുപോലെ തന്നെ 69(2) പ്രകാരം നമ്മളെ അതായത് കുറ്റം തെളിയിക്കപ്പെടുന്നവരെ നമ്മളെല്ലാം നിരപരാധികളാണെന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള നിയമ തത്വം. പക്ഷെ 69(2) പറയുന്നു, ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഉൽപ്പന്നം നമ്മൾ കയ്യിൽ വെച്ച് നമ്മൾ അറസ്റ്റ് ചെയ്താൽ അത് നമ്മൾ അനധികൃതമായിട്ട് ഇല്ലീഗലായിട്ട് നമ്മൾ കയ്യിൽ വെച്ചതാണ് എന്ന് പ്രസ്യൂം ചെയ്യാമെന്നും അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ടത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ ഉത്തരവാദിത്വമാണ് എന്നും 69(2) പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെയാണ്? അത് അടിസ്ഥാന നിയമതത്വങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഈ അലക്സ് ഒഴികൽ ഈ വനമന്ത്രി അല്പസമയം മുമ്പ് പ്രതികരിച്ചത് ഇത് പ്രായോഗിക നിർദ്ദേശങ്ങൾ തന്നെയാണ്, അതല്ലെങ്കിൽ അല്പം നിരവധി പോരായ്മകളുള്ള നിലവിലുള്ള വന നിയമത്തിന്റെ ആ പോരായ്മകൾ പരിഹരിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഉള്ളതെന്നാണ്. അതിൽ മുൻവിധികളോടെ സമീപിക്കുന്നു. കടുത്ത നിലപാടുകളാണ് വനം മന്ത്രി ഈ പ്രതിഷേധം എടുക്കുന്നവർക്കെതിരെ സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ ഈ സംവിധാനവുമായി നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്ന ചോദ്യമുണ്ട്. വളരെ വലിയ സമരങ്ങൾ ഉണ്ടാവും. വനമന്ത്രിയെ സംബന്ധിച്ച് അയാളുടെ കസേര രക്ഷിക്കുക, അയാൾ നാളെ മന്ത്രിയായിരിക്കുമോ നാളെ നേരം കൊടുക്കുമ്പോൾ മന്ത്രിയാവും നടപ്പില്ലാത്ത വനമന്ത്രി അദ്ദേഹത്തിന് കസേര രക്ഷിക്കാനുള്ള കസേരകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞാനിപ്പോ പറഞ്ഞ സെക്ഷൻസ് നിങ്ങൾ നോക്കുക, ഇതിൽ എവിടെയാണ് ജനോപകാരപ്രദമായുള്ള സെക്ഷൻ ഉള്ളത്? ഇപ്പോൾ തിരികെ വരാം. ഡീൻ കുര്യാക്കോസ് ഇടുക്കി MP നമുക്കൊപ്പമുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ്, സർക്കാർ വന നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകുമെന്ന സൂചനയുണ്ട്. വനം മന്ത്രി ഇതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ തള്ളിക്കളയുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ചർച്ചയാവുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന മേഖലകളിലടക്കം വളരെയധികം ഒരുപക്ഷെ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുന്ന മേഖലകളാണ്. എന്താണ് കോൺഗ്രസും താങ്കളും ഈ വന നിയമ ഭേദഗതിയെ കാണുന്നത് എങ്ങനെയാണ്? ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായ നയം ഈ നാട് മുഴുവൻ വനമാക്കുക എന്നുള്ളത്. അവരുടെ ഓരോ ചെയ്തികളും അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോ വനംവകുപ്പിന്റെ വാർഷിക റിപ്പോർട്ട് 2016 മുതൽ ശ്രദ്ധിക്കാൻ അറിയാം, പൂർണ്ണമായി കൂടുതൽ മേഖലകളെ വനമാക്കി മാറ്റിക്കൊണ്ടാണ്. ഇപ്പൊ ഈ നിയമം ഭേദഗതി ചെയ്ത് ആളുകളെ മുഴുവൻ കുടിയൊഴിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ജനങ്ങൾ താനെ കുടിയൊഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ് അല്ലെങ്കിൽ തന്നെ വന്യമൃഗങ്ങളെ പേടിച്ച്. ഇപ്പൊ ഇവിടെ വനാതിർത്തികൾ മുഴുവൻ വന്യജീവി ശല്യമുള്ളത് പരിഹരിക്കാൻ യാതൊന്നും ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ആ ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിന് വേണ്ടി കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് വനപാലകർക്ക് നൽകിക്കൊണ്ട് അവരെ കൂടുതൽ ശാക്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരായ നയങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാസിസ്റ്റ് ഇടപെടലാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. അത് പിൻവലിക്കാതെ അവർക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ശക്തമായ ക്ഷോഭമായ എന്നുള്ള കാര്യം ഒറ്റക്കെട്ടായി ജനങ്ങളോടൊപ്പം അതോടൊപ്പം ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. ഇക്കാര്യത്തിൽ 100% എനിക്ക് ഞാൻ ഒരു കാര്യത്തിൽ തീർച്ചയായും പറയും. ഇക്കാര്യം ഡീൻ, ഒരു കാര്യം, ഈ വനം മന്ത്രിയുടെ ഇക്കാര്യത്തിലെ നിലപാട് മതമേലധ്യക്ഷന്മാരടക്കം അനാവശ്യമായ പ്രസ്താവനകൾ നടത്തി വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അല്പം കൂടി പക്വത കാട്ടണമെന്ന നിലപാട് വനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇത് സർക്കാരിന്റെ ഒരു പൊതു നിലപാടാണോ? ഇതിനോടൊക്കെയുള്ള നിങ്ങളുടെ പ്രതിരോധം എന്തായിരിക്കും? യെസ്, ഡീനെ ഫോണിൽ കിട്ടുന്നില്ല, ഡീൻ കട്ടായി പോകും. യെസ്, എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. ഇടതു മുന്നണിയിൽ തന്നെ ഇത് വലിയ തർക്കമായി തുടരുന്നു എന്നതാണ്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, നേരത്തെ നമ്മൾ സംസാരിച്ചു വന്നത് ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നതാണ്. പ്രധാനമായും ഈ സമരം അതിൻ്റെ മറുവശം എന്നത് ഇടതുമുന്നണിക്കകത്ത് കേരള കോൺഗ്രസ് ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അതിന് അത്ര പെട്ടെന്ന് പരിഹാരമുണ്ടാവില്ല. ഒരുപക്ഷെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം വരെ ഒരു വിവാദമായി തുടരാൻ സാധ്യതയുള്ള വിഷയമാണ്. മാത്രമല്ല രാഷ്ട്രീയ കക്ഷി എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, ക്രൈസ്തവ സഭ കൂടി ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ
സംസ്ഥാനത്തിൻ്റെ മലയോര മേഖലകളിൽ വരും ദിവസങ്ങളിൽ ഒരു വലിയ സമരത്തിനുള്ള നീക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ജാഗ്രത സർക്കാർ കാട്ടുന്നുണ്ടോ ഡാൻ ഇക്കാര്യത്തിൽ? നമുക്കറിയാം, ഏതൊരു ബില്ലും നിയമമാക്കി മാറ്റുന്നതിന് മുമ്പ് സ്വാഭാവികമായി നമ്മൾ നടത്തിവരുന്ന അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ നടത്തിവരുന്ന ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങൾ ഈ ഒരു വിഷയത്തിലും അങ്ങനെ തന്നെ നിലനിൽക്കുകയുമാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സബ്ജക്ട് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും ഇത് സഭയിൽ എത്തുക. സഭയിൽ അത് വീണ്ടും ചർച്ചകൾക്ക് വിധേയമാകുന്നു. അവിടെ ഈ ചർച്ചകൾക്ക് വിധേയമാകുമ്പോൾ ഇപ്പോൾ അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചവർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളൊക്കെ വീണ്ടും ഗൗരവതരമായ ചർച്ചകളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. പക്ഷേ അതിനിടയിൽ കേരള കോൺഗ്രസ് നടത്തുന്ന ഈ നീക്കത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അവിടെയാണ് സർക്കാരിനെ വെട്ടിലാക്കുന്ന തരത്തിൽ മലയോര ജനതയുടെ ആശങ്ക ഉയർത്തി കാണിച്ചുകൊണ്ട് അവിടെ കൃത്യമായി കേരള കോൺഗ്രസിന്റെ ഒരു സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നീക്കമായി കൂടി ഈ ഒരു വിഷയത്തെ അവർ ഉയർത്തി കാണിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായിട്ട് അവർ ഉപയോഗിക്കുകയായിരിക്കാം. പക്ഷേ അവിടെ കേരള കോൺഗ്രസ് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി LDFന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇടതുമുന്നണി സർക്കാരിൽ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി ഇരിക്കുമ്പോൾ സർക്കാരിന്റെ ഒരു തീരുമാനത്തിനെതിരെ സർക്കാർ മുമ്പോട്ട് വെക്കുന്ന ഒരു നിയമ ഭേദഗതിക്കെതിരെ എങ്ങനെ അവർക്ക് സമരം ചെയ്യാൻ കഴിയുമെന്ന വലിയൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അവിടെ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനത്തിന് കേരള കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമോ? അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണിയുടെ നേതൃത്വം നൽകുന്ന ആ ഒരു വിഭാഗം നയിക്കുന്ന തീരുമാനത്തിന് ജലവിഭവ വകുപ്പ് മന്ത്രി കൂടിയായ റോഷി അഗസ്റ്റിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ടാകുമോ? അതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതോടൊപ്പം നിലവിൽ ആശങ്കയായി പറയപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിലവിൽ ഫോറസ്റ്റ് വാച്ചർമാർക്കാണ് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിയമം അവരെ അനുശാസിക്കുന്നത്. 1961 കേരള ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് ഫോറസ്റ്റ് വാച്ചർമാർക്ക് അധികാരമുണ്ട്. പക്ഷേ അത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതൽ മുകളിലേക്കുള്ളവരിലേക്ക് ആ നിയമം ഭേദഗതി ചെയ്യുന്നതിലൂടെ അതുണ്ടാക്കാനിടയുള്ള ആശങ്കകൾ അതടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തരത്തിൽ ചർച്ചകൾക്ക് വിധേയമായതുമാണ്. എന്തായാലും ഈ വനത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ആളുകൾ കൈവശം ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ ഒന്നും കരുതാൻ പാടില്ല എന്നതടക്കം കർശനമായ ചില വ്യവസ്ഥകൾ ഇതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം കേരള ഫോറസ്റ്റ് ആക്ട് 1961 27 വകുപ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന ഖനനവുമായി ബന്ധപ്പെട്ട മണൽവാരലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഗൗരവമേറിയ വിഷയങ്ങളുണ്ട്. ഇതിൽ 1 വർഷം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ വ്യവസ്ഥകളൊക്കെ അങ്ങനെ തന്നെ തുടരുമ്പോഴും ഇതിന്റെ പിഴത്തുക അത് വലിയ തരത്തിൽ 1000 രൂപയിൽ നിന്ന് 25,000 രൂപ വരെ അതിന്റെ പിഴത്തുക ഉയർത്തിയിട്ടുണ്ട്. അത് ഈ സാധാരണക്കാരായ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന മലയോര ജനതയെ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിത ശൈലിയാണ് അവരുടേത്. അവർ കൃത്യമായി എല്ലാ ദിവസവും വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് കന്നുകാലികളെ മേയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വനവുമായി എല്ലാ ദിവസവും സമ്പർക്കം പുലർത്തുന്നവരാണ്. ഒന്ന് തുടരുക. ഫാദർ ഫിലിപ്പ് കവിയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി. ഫാദർ, മതമേലധ്യക്ഷന്മാർ അല്പം കൂടി ജാഗ്രത കാട്ടണം, അല്പം കൂടി പക്വത കാട്ടണം എന്നതാണ് വനം മന്ത്രി നിങ്ങൾക്കെതിരായി ഉയർത്തുന്ന വിമർശനം. കാരണം വന നിയമ ഭേദഗതി അത് ചർച്ചകൾ കഴിഞ്ഞ് പാസ്സാവുകയുള്ളൂ, പക്ഷേ അതിലെ ഭേദഗതി വേണ്ടത് തന്നെയാണ് എന്നതാണ് വനമന്ത്രി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? മതമേലധ്യക്ഷന്മാരോട് ജാഗ്രത പുലർത്തണമെന്ന് പറയുന്ന വനമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹം ജനപക്ഷത്ത് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങള് ഇവിടെ വന്യജീവി ആക്രമണം മൂലം പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. ഇന്ന് തന്നെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ചന്ദനക്കമ്പറ എന്ന പ്രദേശത്ത് ഒരു ആനക്കൂട്ട് ഇറങ്ങിയിട്ട് അതിനെ തുരത്താൻ ഇതുവരെ വനപാലകർക്ക് സാധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറട്ടെ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ വേണ്ടി വന വകുപ്പിന് കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കണം. അത് ആ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതികൾ അതിനെക്കുറിച്ച് വ്യാപകമായ പരാതികൾ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഉദാഹരണത്തിന് ഈ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു പാർട്ടിയുടെ ആളുകൾ തന്നെ അതിനെതിരെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാനിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഈ കാലത്തിന്റെ ചുവരുകളെ നമ്മൾ മനസ്സിലാക്കണം, ചുവരെഴുത്തുകളെ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജനതതി മുഴുവൻ ഒരു കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഇദ്ദേഹം മനസ്സിലാക്കണ്ടേ? അധികാരമുള്ളവര് സാധാരണക്കാരെ മറക്കാൻ പാടില്ല. ഇവിടുത്തെ സാധാരണ ജനങ്ങള്, പ്രത്യേകിച്ച് വനമേഖലയ്ക്ക് അടുത്തുള്ള ആളുകള് വളരെയധികം
ഈ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നുണ്ട്. ഇവിടെ വനപാലകർക്ക് അമിത അധികാരം കൊടുക്കുന്നത് ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്? ഇവിടെ ജനങ്ങൾക്ക് സമാധാനം ലഭിക്കുവാൻ വേണ്ടി, അവരുടെ ക്രമസമാധാന പാലനത്തിന് വേണ്ടി ഇവിടെ പോലീസ് ഉണ്ടല്ലോ. ഈ പോലീസിന്റെ അധികാരം കൂടി വനപാലകർക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷനുകൾ? എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണെങ്കിൽ വനപാലകരെയും കൂടെ പോലീസ് സ്റ്റേഷനിൽ നിയമിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുമല്ലോ. അതുകൊണ്ട് ഈ നാട്ടിൽ ഒരു നിയമം വരുമ്പോൾ ആ നിയമത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടത്തുവാനും ശ്രമിക്കേണ്ടത് ഒരു ഗവൺമെന്റിന്റെ കടമ തന്നെയാണ്. അതിനകത്ത് മാറ്റം വരുത്തിയാൽ വളരെ ശക്തമായി പ്രതികരിക്കും. പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഈ കാര്യം വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. വനം മന്ത്രി നിരുത്തരവാദ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്താതെ മനുഷ്യരുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കാൻ പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നു എന്നാണ് പറയുന്നത്. ഇത് വനമന്ത്രിയുടെ പൊതു നിലപാടാണോ? അതിനപ്പുറത്തേക്ക് സർക്കാർ ഈ വിഷയത്തിൽ കർഷകരുമായി ചർച്ച നടത്താതെ അതല്ലെങ്കിൽ ഏകപക്ഷീയമായി മുന്നോട്ട് പോയാൽ എന്ത് നിലപാടായിരിക്കും കത്തോലിക്ക കോൺഗ്രസ് അടക്കം സ്വീകരിക്കാൻ പോകുന്നത്? കത്തോലിക്ക കോൺഗ്രസ് അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്കും ബോധവൽക്കരണ പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് വനമന്ത്രിയുടെ ഒരു നിലപാടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള മറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും അതിനെപ്പറ്റി പ്രതികരിക്കണമല്ലോ. അവരാരും അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരിക്കലും മതമേലധ്യക്ഷന്മാരെ തള്ളി പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല. മതമേലധ്യക്ഷന്മാരെന്ന് മാത്രമല്ല, ഇവിടുത്തെ ഏത് ജനങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്കും ഈ കാര്യത്തിൽ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. സാധാരണക്കാരുടെ വിഷയത്തിൽ ആളുകൾ ഇടപെടുമ്പോൾ അധികാരത്തിലിരിക്കുന്നവര് പ്രകോപിതരാകുമ്പോൾ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുന്നത്, അവരെ മന്ത്രിമാരായിട്ട് അവരോധിക്കുന്നതും ഒക്കെ ഇവിടുത്തെ സാധാരണക്കാരന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകാൻ വേണ്ടിയിട്ടാണ്. ആ ഉത്തരവാദിത്വം മറന്ന് താല്പര്യങ്ങളും നിക്ഷിപ്ത താല്പര്യങ്ങളും വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ രാജ്യം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭവും അതിനു മുമ്പായിട്ട് തന്നെ ഇവിടുത്തെ എല്ലാ ജനങ്ങളെയും ഈ കാര്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുവാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നതിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഈ കത്തോലിക്ക കോൺഗ്രസ് ജനപക്ഷത്താണുള്ളത്, ജനങ്ങളോടാണ് അവർക്ക് പ്രതിപത്തിയുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരിക്കുന്നതല്ല. വളരെ നന്ദി ഫാദർ ഫിലിപ്പ് കവിയിൽ പ്രതികരിച്ചതിന്. എച്ച് ഹഫീസ് നമുക്കൊപ്പമുണ്ട്, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ശ്രീ ഹഫീസ്, നിങ്ങളൊക്കെ അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നു എന്നതാണ് വനം മന്ത്രി പറയുന്നത്. കേരള കോൺഗ്രസ് റോഷി അഗസ്റ്റിൻ മന്ത്രിസഭയിൽ ഇരുന്ന് അംഗീകരിച്ച കാര്യത്തെ നിങ്ങളിപ്പോൾ തള്ളിപ്പറയുന്നതിന്റെ യുക്തിയാണ് വനം മന്ത്രി ചോദ്യം ചെയ്യുന്നത്. എന്താ നിലപാട്? സജിത, ഈ കാര്യത്തില് ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച നടത്താം എന്ന് പറഞ്ഞ മന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ റോഷി അഗസ്റ്റിൻ കൂടി ചേർന്ന് അംഗീകരിച്ച ഒരു കരട് ബില്ല് ഭേദഗതിയാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ഈ ക്യാബിനറ്റിന് ഒരു രഹസ്യ സ്വഭാവമുണ്ട്. അവിടെ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ സ്വീകരിച്ച നിലപാട് എന്താണ് എന്ന് ഇദ്ദേഹത്തിനും പുറത്തു പറയാൻ കഴിയില്ല. റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അവിഭാജ്യ ഘടകമാണ്. ഏതായാലും അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ കാര്യങ്ങള് ഞങ്ങളുടെ പാർട്ടിയുടെ ചെയർമാനും പാർട്ടി നേതൃത്വം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ പാർട്ടിക്കുള്ളിൽ ഒരു ഭിന്നത ഉണ്ട് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ മന്ത്രി ശ്രമിച്ച് ശരിയായില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അദ്ദേഹത്തിന് മൃഗങ്ങളോട്, വളർത്തുമൃഗങ്ങളോട് എല്ലാം സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് എന്ന് നമ്മൾ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഇവിടെ കേരള കോൺഗ്രസിനും കർഷക സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് കർഷക കോൺഗ്രസ് അല്ല, കർഷക യൂണിയൻ മാണി ഗ്രൂപ്പ് അപ്പം ഞങ്ങളുടെ പ്രതിബദ്ധത മലയോര മേഖലയിലെ ജനങ്ങളോടാണ്. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നത് കേട്ടു. വാച്ചർമാർക്ക് നിലവിൽ അറസ്റ്റ് ചെയ്യാൻ, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ടെന്ന്. അത് തെറ്റാണ്. അങ്ങനത്തെ അധികാരങ്ങളൊന്നുമില്ല. ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരം കൊടുത്താൽ ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇപ്പോൾ തന്നെ ഫോറസ്റ്റുകാരെ കൊണ്ട് മലയോര മേഖലയിൽ ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു. എത്ര പേരെയാണ് മൃഗങ്ങൾ കൊലപ്പെടുത്തിയത്, വന്യമൃഗങ്ങള്? ആ കോട്ടയം ജില്ലയിലെ എരുമേലിക്കടുത്ത് കണമലയിൽ കേരള കോൺഗ്രസിൽ പെട്ട കുടുംബത്തിലെ 2 അംഗങ്ങളെയാണ് കഴിഞ്ഞ വർഷം കാട്ടുപോത്ത് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇപ്പോൾ തന്നെ ആന നടത്തുന്ന കൊലപാതകം. ഈ കാര്യത്തിലൊക്കെ നമ്മൾ ഫോറസ്റ്റുകാരെ അറിയിച്ചാല് ഫോറസ്റ്റുകാർ നോക്കുന്നത് ജനങ്ങളെ സംരക്ഷിക്കാനല്ല, മൃഗങ്ങളെ എങ്ങനെ സംരക്ഷിക്കാനെന്നാണ്. കേരള കോൺഗ്രസ് പാർട്ടിയും ഞങ്ങളുടെ നേതാക്കന്മാരും ആ കാര്യത്തിൽ ഇന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം വന അതിർത്തിയിൽ സംരക്ഷണം പൂർണ്ണമായും പോലീസിനെ ഏൽപ്പിക്കണം. ഒരു IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ
വന അതിർത്തിയിൽ സായുധ പോലീസിനെ നിയമിച്ച് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പെടുത്തണം. അതിന് മന്ത്രി അതിനകത്ത് ദേഷ്യപ്പെട്ടുള്ള ഒരു കാര്യവുമില്ല. ഞങ്ങൾക്ക് അധികാരത്തിനേക്കാൾ വലുത് ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളാണ്, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങളാണ്. ഞങ്ങളുടെ മാത്രമല്ല ഇടതുപക്ഷ മുന്നണിയുടെ കൂടി കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകാൻ ഇടയാകുന്ന ഒരു നിലപാടിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രി പോകരുത്. ഞങ്ങൾക്ക് മന്ത്രിയോടൊന്നും പറയാനില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ കാണുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ മുന്നണിയെയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഏതായാലും അത് സംബന്ധിച്ചുള്ള പാർട്ടിയുടെ ഔദ്യോഗികമായ തീരുമാനവും നിലപാടും പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നതാണ്. യെസ്, വളരെ നന്ദി എച്ച് ഹഫീസ് പ്രതികരിച്ചതിന്. എന്തായാലും ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് കടുത്ത നിലപാടിൽ തന്നെയാണ്. അവർ എന്തായാലും മന്ത്രിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നു.